ഇനി മൂന്നാമതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒന്നാമതായിരിക്കും ആര് വരിക, മൈനസ് വരിക. ഉദാഹരണത്തിന് ചോദ്യം ഇങ്ങനെ ആയിരിക്കും, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 4 എന്ന രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് എഴുതാം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 4 എന്ന രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലം എഴുതുക. ഇങ്ങനെ എയും ബിയും ഒന്നാമത്തത് മൈനസ് വരുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന ഇക്വേഷൻ എഴുതുമ്പോൾ അത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, എക്സ് സ്ക്വയർ പ്ലസ് ബി മൈനസ് എ എക്സ് മൈനസ് എ ബി അങ്ങനെയാണ് എഴുതേണ്ടത്. അഥവാ ബിയിൽ നിന്ന് എനെയാണ് നമ്മൾ ഇവിടെ എന്താവേണ്ടത്, കുറക്കേണ്ടത്. നമുക്കത് ചോദ്യം എഴുതി തന്നെ പഠിക്കാം. ആദ്യം നമ്മളുടെ ചോദ്യം എന്താ, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 4 അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ എ ആരാണ്, 1 ആണ്, ബി ആരാണ്, 4 ആണ്. അത് അങ്ങനെ എഴുതുക. ഇനി ഒന്നാമത്തത് മൈനസ് ആണല്ലോ, അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എന്താ, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി മൈനസ് എ എക്സ് മൈനസ് എ ബി. അപ്പൊ ആദ്യം നമ്മൾ എ 1 ആണെന്നും ബി 4 ആണെന്നും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻ അതുപോലെ എഴുതുക. രണ്ടാമതായിട്ട് എക്സ് സ്ക്വയറിന് അതുപോലെ എഴുതി കൊടുക്കുക, ശേഷം പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി ബി ഇവിടെ ആരാണ്, 4 ആണ്, 4 അവിടെ ഇട്ട് കൊടുക്കുന്നു. എ ഇവിടെ ആരാണ്, 1 ആണ്, അപ്പൊ 4-ൽ നിന്ന് 1 കുറക്കുന്നു. അപ്പോൾ 4 മൈനസ് 1 എക്സ് മൈനസ് പിന്നെ എ ഇൻറ്റു ബി, അത് നമുക്ക് എന്താ കിട്ടുക, 1 ഇൻറ്റു 4 എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് എക്സ് സ്ക്വയറിന് അതുപോലെ എഴുതുക, ശേഷം പ്ലസ് ഇട്ട് കൊടുക്കുക. 4-ൽ നിന്ന് 1 കുറച്ചാൽ എന്താ, 3 ആണ്, അപ്പൊ 3 എക്സ് എന്ന് എഴുതി കൊടുക്കാം. മൈനസ് 1 ഇൻറ്റു 4 നമുക്ക് എന്താ കിട്ടുന്നത്, 1 ഇൻറ്റു 4 നമുക്ക് 4 ആണെന്ന് കിട്ടുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 4 ആണ്. അപ്പൊ നോക്കൂ, നമ്മൾ 3 ഇക്വേഷൻസാണ് പഠിച്ചത്. ആദ്യം രണ്ടിലും പ്ലസ് വരുമ്പോൾ എന്ത് ചെയ്യണം, രണ്ടാമത്തത് മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യണം, മൂന്നാമത്തത് ഒന്നാമത്തത് മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യണം.